ഹായ് ഗായ്സ്, ഇന്ന് നമുക്കെൻ്റെ ഒരു പുതിയ റെസിപ്പി ഉണ്ടല്ലോ. വാ, ഇത് പുതിയ റെസിപ്പി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നതും ഉണ്ടാക്കുന്നതും ഞാനാണ്. പണ്ടെല്ലാം അമ്മ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തെങ്കിലും ചായക്കൊപ്പം കഴിക്കാൻ ഞാനോ അനിയനോ ഉണ്ടാക്കാറുണ്ട്. അക്കൂട്ടത്തിൽ അറിയാതെ ഉണ്ടാക്കി ഫേമസ് ആയ ഒരാളാണ് ദേ ഈ കാണുന്നത്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. പൗഡർ ആയിട്ടുള്ള അരിപ്പൊടിയല്ല നമുക്കിന് വേണ്ടത്. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് പൊതുവേ ഞാൻ ഉപയോഗിക്കാറ്. അതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കണം. ഒരു മീഡിയം സൈസിൽ ഉണ്ട മതി, അല്ലാതെ ഭയങ്കര കുഞ്ഞിയാവരുത്. എന്നിട്ട് അത് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് നല്ലപോലെ ആവി കയറ്റണം. ആവി കയറ്റിയതിന് ശേഷം അത് 2-4 കഷ്ണങ്ങളാക്കി മുറിക്കണം. ഞാൻ പൊതുവേ 4 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കൽ. മസാല നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുറിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ ആ മസാല കൂട്ടുകളിലെ വരെ. പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളിയും തക്കാളിയും കറി ഉണ്ടാക്കുന്ന പോലെ നമ്മളങ്ങ് ചെയ്യുക. ഉള്ളിയും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് അങ്ങ് വേവിക്കുക. അതിനകത്തേക്ക് ഈ സാധനം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.